നമുക്ക് വേർഷൻ കൺട്രോൾ സിസ്റ്റം എന്താന്ന് നോക്കാം. വേർഷൻ കൺട്രോൾ സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമ്മളൊരു ആപ്ലിക്കേഷൻ ഇറക്കുമ്പോൾ അതിനെ ഓരോ വേർഷൻസ് ആയിട്ടായിരിക്കും ഇറക്കുന്നത്. എന്ന് വെച്ചാൽ ആ ഒരു പാർട്ടായിട്ടായിരിക്കും ഇറക്കുന്നത്. ആദ്യത്തെ വേർഷൻ ഓക്കെ ആയി സ്റ്റേബിൾ ആയി കഴിഞ്ഞിട്ടായിരിക്കും അടുത്ത വേർഷൻ ഇറക്കുന്നത്. അടുത്ത വേർഷൻ എങ്ങനെ ഇറക്കുന്നത് വെച്ചാൽ ആ സ്റ്റേബിൾ ആയിട്ടുള്ള വേർഷനെ എഡിറ്റ് ചെയ്ത് പുതിയ ഫീച്ചർ ആഡ് ചെയ്ത് എന്നിട്ടാണ് അടുത്ത വേർഷൻ ഇറക്കുന്നത്. ഫോർ എക്സാമ്പിൾ ഇപ്പം നമ്മുടെ ആപ്ലിക്കേഷൻ ഇറക്കിയെന്ന് വെച്ചാൽ നമ്മളിപ്പം സ്റ്റേബിൾ ആപ്ലിക്കേഷൻ 5.0.0 വേർഷൻ ആയിരുന്നു. അതിനെ നമ്മൾ പുതിയൊരു വേർഷനിലേക്ക് ഒരു ഫീച്ചർ ആഡ് ചെയ്ത് പുതിയ വേർഷനായിട്ട് ഇറക്കി. എന്നിട്ട് അതിനെ റിലീസിന് കൊടുത്തു. അപ്പം അത് എൻഡ് യൂസേഴ്സിന് എത്തി, അല്ലെങ്കിൽ ക്ലയൻസിന് എത്തി. അപ്പോൾ ക്ലയൻസ് യൂസ് ചെയ്ത് തുടങ്ങി. അപ്പം അവർ യൂസ് ചെയ്യുമ്പം അവർക്ക് ഓരോ ഇഷ്യൂസ് വന്നു. ഇപ്പം ലോഗിൻ ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ആപ്പ് ക്രാഷ് ആവുന്നുണ്ട് എന്നുള്ള പരാതികൾ വരുമ്പോൾ ഇപ്പോൾ ഒരാളുടെ മാത്രമാണ് ആ ഇഷ്യൂ വരുന്നതെങ്കിൽ നമുക്ക് പറയാം ഒന്നെങ്കിൽ അയാളുടെ നെറ്റ്വർക്കിൻ്റെ ഇഷ്യൂസ് ആയിരിക്കും, അല്ലെങ്കിൽ അയാളുടെ മൊബൈലിൻ്റെ ഇഷ്യൂസ് ആയിരിക്കും. പക്ഷേ ഇത് റാൻഡമായിട്ട് കുറച്ച് ആൾക്കാർക്ക് വരുമ്പം നമുക്ക് മനസ്സിലാവും അത് നമ്മുടെ ഡെവലപ്പിൻ്റെ എന്തോ ഒരു ഇഷ്യൂ ആണ്. അപ്പം നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഇപ്പം റൺ ആയിക്കൊണ്ടിരിക്കുന്ന വേർഷൻ്റെ പഴയ സ്റ്റേബിൾ വേർഷനിലേക്ക് നമ്മൾ സ്വിച്ച് ചെയ്യും. അതിനെയാണ് വേർഷൻ കൺട്രോൾ എന്ന് പറയുന്നത്. നമുക്ക് ഏത് വേർഷനിലേക്കും സ്വിച്ച് ചെയ്യാം, പക്ഷേ നമുക്ക് പഴയ സ്റ്റേബിൾ വേർഷനിലേക്ക് സ്വിച്ച് ചെയ്യുന്നതാണ് സാധാരണ നടക്കുന്നത്. അപ്പം അതിനെയാണ് വേർഷൻ കൺട്രോൾ സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് വേർഷൻ കൺട്രോൾ സിസ്റ്റം വരുന്നതിന് മുമ്പ് എന്തായിരുന്നു നോക്കാം. പണ്ട് കാലങ്ങളിൽ ഒരു ഡെവലപ്പർ കാണും. ആ ഡെവലപ്പർ ഒരു പ്രൊജക്റ്റിൽ വർക്ക് ചെയ്യും. അന്നെന്ന് പറഞ്ഞാൽ സെൻട്രൽ റെപ്പോസിറ്ററി ഇല്ല, റിമോട്ട് റെപ്പോസിറ്ററി ഇല്ല. ഓരോ ഡെവലപ്പേഴ്സിൻ്റെ കയ്യിൽ ഓരോ പ്രൊജക്റ്റ് കാണും. ആ പ്രൊജക്റ്റിൻ്റെ കോപ്പിയിലായിരിക്കും അവർ വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പം ഞാൻ ഇതൊരു സാമ്പിളാണ് കേട്ടോ, ഇത് ഇങ്ങനെ അല്ലായിരിക്കും, ഞാനൊരു സാമ്പിളായിട്ട് കാണിക്കുന്നത്. ഇതൊരു പ്രൊജക്ട് ഫോൾഡറാണെന്ന് വെച്ചോ. അപ്പം ശരിക്കും എന്താ നടക്കുന്നതെന്ന് വെച്ചാൽ ഡെവലപ്പർ ഒരു പ്രൊജക്റ്റ് ഡെവലപ്പ് ചെയ്യും. എന്നിട്ട് app.js എന്ന് പറയുന്ന പ്രൊജക്റ്റ് ഡെവലപ്പ് ചെയ്തിട്ട് അത് ടെസ്റ്റിംഗ് ടീമിൻ്റെ കൊടുക്കും. ടെസ്റ്റിംഗ് ടീം ടെസ്റ്റ് ചെയ്യും. എന്നിട്ട് ബഗ് റേസ് ചെയ്യും. അപ്പോൾ ബഗ് ഉണ്ടെന്ന് പറയും. അപ്പം ആ ബഗ് ഫിക്സ് ചെയ്തിട്ട് പുതിയ ഒരു ഫയലായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ട് അത് ടെസ്റ്റിംഗ് ടീമിൻ്റെ കൊടുക്കും. ടെസ്റ്റിംഗ് ടീം ഓക്കെ പറയും. കഴിഞ്ഞിട്ട് അത് തിരിച്ച് റിലീസിന് കൊടുക്കും. അത് എൻഡ് യൂസേഴ്സിന് പോകും. അപ്പോൾ എൻഡ് യൂസേഴ്സ് പറയും ഇതുപോലെ ഇനി നമുക്കിത് വർക്ക് ആവുന്നില്ല, നമുക്ക് ആ ഫീച്ചർ റൺ ആവുന്നില്ല എന്ന് പറയുമ്പോൾ ഡെവലപ്പർ പിന്നെയും പുതിയൊരു ഫയൽ ക്രിയേറ്റ് ചെയ്തിട്ട്, ഐ മീൻ അതിൻ്റെ തന്നെ ഒരു കോപ്പി എടുത്തിട്ട് പുതിയൊരു ഫയൽ ക്രിയേറ്റ് ചെയ്തിട്ട് അതിൽ ബഗ് ഫിക്സിങ് എല്ലാം കഴിഞ്ഞിട്ട് അത് ടെസ്റ്റിംഗ് ടീമിന് കൊടുക്കും. ടെസ്റ്റിംഗ് ടീം പറയുകയാണ് ഓക്കെ ആ ഫീച്ചർ വർക്ക് ആവുന്നുണ്ട്, പക്ഷേ അത് കാരണം വേറൊരു ഫീച്ചർ ഇപ്പം റൺ ആവുന്നില്ല എന്ന് പറയും. അപ്പം അത് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ ആ ഫയലിൻ്റെ കോപ്പി എടുത്തിട്ട് അതിൽ വർക്ക് ചെയ്ത് അതിനെ ടെസ്റ്റിംഗ് ടീമിൻ്റെ കൊടുക്കുന്നു. ടെസ്റ്റിംഗ് ടീം ഓക്കെ പറയുന്നു. എൻഡ് യൂസേഴ്സിന് കൊടുക്കുന്നു. അവർക്ക് കുഴപ്പമില്ലെന്ന് തോന്നുമ്പോൾ ആ ഫയൽ സേവ് ചെയ്യുന്നു, ആ പ്രൊജക്റ്റ് സേവ് ചെയ്യുന്നു. ഇങ്ങനെ ആയിരിക്കും സേവ് ചെയ്യുന്നത്. ഓക്കെ, ഇതിപ്പം പുള്ളിക്ക് മാത്രമേ അറിയത്തുള്ളൂ ഇതിൽ ഏതാണ് ഫൈനൽ ഔട്ട്പുട്ട് ഏത് ഫയലിൽ നിന്നാണ് വന്നത് പുള്ളിക്ക് മാത്രമേ അറിയത്തുള്ളൂ. അപ്പം ഇപ്പം സോഫ്റ്റ്വെയർ വേൾഡ് ആണല്ലോ, അപ്പം പുതിയ പുതിയ ഫീച്ചേഴ്സ് വന്നുകൊണ്ടിരിക്കില്ല. അപ്പം പുതിയ ഫീച്ചറിന് വേണ്ടിയിട്ട് ഈ ഡെവലപ്പർ വേറെ ഡെവലപ്പറിനെ കൊടുക്കുന്നു. അത് ഷെയർ ചെയ്യുന്നത് മേ ബി ഇമെയിൽ ആയിരിക്കും, അല്ലെങ്കിൽ USB ആയിരിക്കും, അല്ലെങ്കിൽ നെറ്റ്വർക്ക് ഷെയർഡ് ഫോൾഡേഴ്സ് ആയിരിക്കും. അപ്പം അടുത്ത ഡെവലപ്പറിന് കൊടുക്കുന്നു. ആ ഡെവലപ്പർ ആണെങ്കിൽ ഈ പ്രൊജക്റ്റ് ഓപ്പൺ ആക്കുമ്പോൾ ഇതിൽ കുറേ app.js കിടക്കുന്നു. ഇതിൽ ഏതാ ഫൈനൽ എന്ന് പുള്ളിക്ക് മനസ്സിലാവില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പുള്ളി ഡെവലപ്പർ 1നെ കോൺടാക്ട് ചെയ്യും. ഡെവലപ്പർ 1നും കൺഫ്യൂസ് ആവുന്നു. അപ്പം ഇവർക്കറിയത്തില്ല ഇതിലേതാണ് ലേറ്റസ്റ്റ് എന്ന്. അപ്പം ഈ ഇഷ്യൂ ആണ് VCS സോൾവ് ചെയ്തത്. VCSൻ്റെ എന്ന് പറഞ്ഞാൽ ലീനിയർ അപ്രോച്ചാണ്. അപ്പം നമുക്കറിയാം പഴയ വേർഷൻ ഏതാണ്. ഇവിടെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഏതാണെന്ന് അറിയത്തില്ല. പഴയ വേർഷൻ ഏതാണ്, ഒറിജിനൽ ഫയലെന്നോ പഴയ സ്റ്റേബിൾ ഫയൽ ഏതാണെന്നോ ഒന്നും അറിയില്ല. അപ്പം അതാണ് VCS സോൾവ് ചെയ്തത്. അപ്പം VCS രണ്ട് തരത്തിലുണ്ട്. വേർഷൻ കൺട്രോൾ സിസ്റ്റം രണ്ട് തരത്തിലുണ്ട്. ഫസ്റ്റ് ഒന്നാണ് സെൻട്രലൈസ്ഡ് വേർഷൻ കൺട്രോൾ സിസ്റ്റം. ഇതാണ് ഫസ്റ്റ് വന്ന വേർഷൻ കൺട്രോൾ സിസ്റ്റം. അതിനുശേഷമാണ് ഡിസ്ട്രിബ്യൂട്ടഡ് വന്നത്. ഫസ്റ്റ് സെൻട്രലൈസ്ഡ് വേർഷൻ കൺട്രോൾ സിസ്റ്റം എന്താണെന്ന് നോക്കാം. ഒരു കമ്പനി തന്നെ ഒരു സെൻട്രൽ സെർവർ കാണും. അതിൻ്റെ സെർവർ കാണും, ക്ലയൻറ്റ് കാണും. ക്ലയൻറ്റ് ആയിരിക്കും ഓരോ ഡെവലപ്പേഴ്സ്. അപ്പം ഡെവലപ്പേഴ്സ് എങ്ങനെ ചെയ്യുന്നത് വെച്ചാൽ റെപ്പോസിറ്ററിയിലായിരിക്കും നമ്മുടെ ഫുൾ കോപ്പി കിടക്കുന്നത്, കോഡിൻ്റെ കോപ്പി കിടക്കുന്നത്. അത് നേരെ ഡൗൺലോഡ് ചെയ്യും. എന്നിട്ട് അതിൽ വർക്ക് ചെയ്യും. എന്നിട്ട് അതിനെ കമ്മിറ്റ് ചെയ്യും. കമ്മിറ്റ് മീൻസ്
വെച്ചാൽ ഒരു ഫുൾ കോഡിന്റെ കോപ്പിയാണ് അല്ലെങ്കിൽ സ്നാപ്ഷോട്ടാണ് കമ്മിറ്റ്. ഈ പറയുന്ന വീഡിയോസിൽ മിക്കവാറും ഞാൻ ഇനി യൂസ് ചെയ്യാൻ പോകുന്ന ടേം ആയിരിക്കും കമ്മിറ്റ്. ഓക്കെ, അപ്പം ഇതിൽ ഈ കോപ്പിയിൽ വർക്ക് ചെയ്യും, എന്നിട്ട് അതിനെ കമ്മിറ്റ് ചെയ്ത് റെപ്പോസിറ്ററിയിൽ സേവ് ആക്കും. ഈ കമ്മിറ്റ്സ് എല്ലാം കിടക്കുന്ന കമ്മിറ്റ്സ് ഹിസ്റ്ററീസ് എല്ലാം കിടക്കുന്ന ഈ സെൻട്രൽ സെർവറിലായിരിക്കും. വർക്കിംഗ് കോപ്പിയിൽ ഒരിക്കലും അതിൻ്റെ ഹിസ്റ്ററിയോ കമ്മിറ്റ്സോ ഒന്നും കാണത്തില്ല. അപ്പം ഇങ്ങനെ ആയിരിക്കും ഇവിടെ വർക്ക് നടക്കുന്നത്. ഫസ്റ്റ് ഡെവലപ്പർ വർക്ക് ചെയ്യും, അതിൽ കമ്മിറ്റ് ചെയ്യും, എന്നിട്ട് ഇതിൽ സേവ് ചെയ്യും. സെക്കൻഡ് ഡെവലപ്പർ വർക്ക് ചെയ്യും, കമ്മിറ്റ് ചെയ്യും, ഇതിൽ സേവ് ചെയ്യും. അങ്ങനെ ആയിരിക്കും വർക്ക് ചെയ്യുന്നത്. ഇതിൻ്റെ ഇഷ്യൂസ് എന്താണെന്ന് വെച്ചാൽ, ഈ സെർവർ എന്ന് വെച്ചാൽ സിംഗിൾ റെപ്പോസിറ്ററി ആയിരിക്കും. എന്ന് വെച്ചാൽ ഹിസ്റ്ററിയും കാര്യങ്ങളെല്ലാം സേവ് ചെയ്യുന്ന ഈ ഒരു സെർവറിലായിരിക്കും. അപ്പം സെർവറിന് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാലോ ക്രാഷ് ആയി കഴിഞ്ഞാലോ ആ ഫയലും പോവും, ആ ഹിസ്റ്ററിയും പോവും, ആ കമ്മിറ്റും പോവും. അപ്പോൾ ഇൻ കേസ് നമുക്കിപ്പോൾ എന്തെങ്കിലും വേർഷൻ ബാക്കിലോട്ട് അടിക്കണമെങ്കിൽ ആ വേർഷൻ അവിടെ ഇല്ല, കമ്മിറ്റ് അവിടെ ഇല്ല. അപ്പോൾ അതൊരു ഇഷ്യൂ ആണ്. പിന്നെന്ന് പറഞ്ഞാൽ നീഡ് കണക്ഷൻ ടു കമ്മിറ്റ് ഓർ സി ഹിസ്റ്ററി. ഇപ്പം നമ്മൾ ഒരു ഡെവലപ്പർ വർക്ക് ചെയ്യാന്ന് വെച്ചാൽ ഒരു കോപ്പിയിൽ വർക്ക് ചെയ്യുക, എന്നിട്ട് അതിനെ കമ്മിറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ ഇന്റർനെറ്റ് കണക്ഷൻ വേണം. പുള്ളിയുടെ കണക്ഷൻ സ്റ്റേബിൾ അല്ലെങ്കിൽ ഇത് വർക്ക് ആവത്തില്ല. ഓക്കെ, പിന്നെ ഓപ്പറേഷൻസ് ഡിപ്പെൻഡ് ഓൺ സെർവർ, സോ പെർഫോമൻസ് വിൽ സ്ലോ. ഈ സെൻട്രൽ സെർവർ എപ്പോഴും ഇന്റർനെറ്റ് കണക്ഷനിൽ ആക്റ്റീവ് ആയിരിക്കണം. ഇപ്പം ഈ സെർവറിൽ ഒരു സ്ലോ ഉണ്ടെങ്കിൽ ഈ ഡെവലപ്പറിന് വർക്ക് ചെയ്യാൻ പറ്റാണ്ടാവും. മീൻസ് ഫയൽസ് കോപ്പി എടുക്കണമെങ്കിൽ ആ കോപ്പി ഫുള്ള് വരാണ്ടാവും, ഇഷ്യൂസ് വരും. പിന്നെ ബ്രാഞ്ചസ് വെർ ഹെവി ആൻഡ് മെർജിങ് ഈസ് പെയിൻഫുൾ. ഇതാണ് നമ്മുടെ റെപ്പോസിറ്ററി എന്ന് വെച്ചാൽ സിംഗിൾ റെപ്പോസിറ്ററി. സോ ഇതിലാണ് ഓരോ കമ്മിറ്റ്സും വന്നുകൊണ്ടിരിക്കുന്നത്, ഓരോ കമ്മിറ്റ്സ് സേവ് ആകുന്നതും വരുന്നതെല്ലാം ഇതിലാണ്. സോ ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഓരോ ഡെവലപ്പേഴ്സും കോഡ് എഴുതും, കമ്മിറ്റ് ചെയ്യും, പുഷ് ചെയ്യും, അല്ലേ? അപ്പം ഓരോ കമ്മിറ്റ്സ് ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് വന്നുകൊണ്ടിരിക്കും. പക്ഷേ ഇൻ കേസ് ഇപ്പോൾ ഒരു ഡെവലപ്പർ ഒരു കമ്മിറ്റ് ചെയ്തു, ഓക്കെ, അത് പ്രൊഡക്ഷൻ പോയി, റിലീസ് പോയി, പക്ഷേ ആ കമ്മിറ്റ് കാരണം ചില യൂസേഴ്സിന് ആപ്പ് ക്രാഷ് ആവുന്നുണ്ട്, ഇഷ്യൂസ് വരുന്നുണ്ട്. അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് പഴയ സ്റ്റേബിൾ കമ്മിറ്റിലേക്ക് പോകാൻ പറ്റും, സ്റ്റേബിൾ വേർഷനിലേക്ക് നമുക്ക് സ്വിച്ച് ചെയ്യാൻ പറ്റും. പക്ഷേ ക്രാഷ് ആവുന്നിടം തൊട്ട് സ്വിച്ച് ചെയ്യുന്നിടം വരെ ഒരു ഡൗൺ ടൈം വരും ആപ്ലിക്കേഷൻ, അല്ലേ? അതൊരു ഇഷ്യൂ ആണ്. സോ ആ ഇഷ്യൂവിനെ റിഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബ്രാഞ്ചിങ് സ്ട്രാറ്റജി കൊണ്ടുവരുന്നത്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ ഇപ്പോൾ കിടക്കുന്ന മെയിൻ ബ്രാഞ്ചിൻ്റെ അതിൻ്റെ ഒരു കോപ്പി എടുത്തിട്ട് ഡെവലപ്പേഴ്സിന് കൊടുക്കും. അതിനെ ഫീച്ചർ ബ്രാഞ്ച് എന്നാണ് പറയുന്നത്. നമുക്ക് ഇഷ്ടമുള്ള പേരിടാം, പക്ഷെ നമ്മൾ തൽക്കാലം അതിനെ ഫീച്ചർ ബ്രാഞ്ച് എന്ന് തന്നെ പറയാം. സോ അതുകൊണ്ട് ഇപ്പോൾ ഒരു ഫീച്ചർ ബ്രാഞ്ച് ഡെവലപ്പേഴ്സിന് കൊടുക്കുകയാണെങ്കിൽ അവർക്ക് സ്വന്തമായിട്ട് ഒരു ബ്രാഞ്ച് ഉണ്ട്, അപ്പോൾ അവർക്ക് സ്വന്തമായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, അല്ലേ? പക്ഷേ അവിടെ എന്തൊരു ഇഷ്യൂ എന്ന് വെച്ചാൽ, നമ്മളൊരു ബ്രാഞ്ചിൻ്റെ കോപ്പി എടുക്കുമ്പം ഈ ബ്രാഞ്ചിൻ്റെ ഫുൾ ഹിസ്റ്ററി കമ്മിറ്റ്സും ആണ് വരുന്നത്. എന്ന് വെച്ചാൽ ഇതിപ്പോൾ ഈ ബ്രാഞ്ച് ടോട്ടലി ഇപ്പം ഒരു 1 GB സൈസാന്ന് വെച്ചോ, അപ്പോൾ അതിൻ്റെ തന്നെ വേറെ ബ്രാഞ്ച് എടുക്കുമ്പോഴത്തേക്കിന് അതും ഒരു 1 GB ആയി, അപ്പോൾ ടോട്ടൽ 2 GB ആയി. അത് ഇഷ്യൂ വരുന്നത് എവിടെയാണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ റെപ്പോസിറ്ററിയുടെ ബ്രാഞ്ച് എടുത്തതെന്ന് വെച്ചോ, അപ്പോൾ 1 GB ഡൗൺലോഡ് ചെയ്യണം, എന്നിട്ട് അതിൽ വർക്ക് ചെയ്യണം, എന്നിട്ട് അതിനെ തിരിച്ച് കമ്മിറ്റായിട്ട് പുഷ് ചെയ്യണം, മെർജ് ചെയ്യണം, അതും ഈ റെപ്പോസിറ്ററിയിലോട്ട്. അപ്പം അതും ഇഷ്യൂ ആണ്. ഇപ്പം ഇൻ കേസ് നമ്മുടെ നെറ്റിന് എന്തെങ്കിലും സ്ലോനെസ് ഉണ്ടെങ്കിൽ അത് ഇഷ്യൂ ആണ്. ഇപ്പം റെപ്പോസിറ്ററിയുടെ പെർഫോമൻസ് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ അതും സ്ലോ ആണ്. ഫുൾ ഫയൽ കയറണം എന്നില്ല, അങ്ങനെ പല പല ഇഷ്യൂസ് വരുന്നുണ്ട്. അതുകൊണ്ട് ഡെവലപ്പേഴ്സ് എന്താ സെൻട്രലൈസ്ഡ് വെർച്വൽ കൺട്രോൾ സിസ്റ്റത്തിൽ ചെയ്യുന്നതെന്ന് വെച്ചാൽ, അവർ മെയിൻ ബ്രാഞ്ചിൽ തന്നെ എല്ലാവർക്കും വർക്ക് ചെയ്യുന്നത്. കാരണം അവർക്ക് റിസ്ക് എടുക്കാൻ വയ്യ. ഇതാണ് കുറച്ചും കൂടി ഈസി, ബ്രാഞ്ച് ഇങ്ങനെയൊക്കെ. ഇത് ഇഷ്യൂസ് വരും, എന്നാലും അവരെ ഇങ്ങനെയായിരിക്കും ചെയ്യുന്നത്. പക്ഷേ ഇത് നല്ലൊരു വേ അല്ല ഇത്. സോ അതുകൊണ്ടാണ് ഡിസ്ട്രിബ്യൂട്ടഡ് വെർച്വൽ കൺട്രോൾ സിസ്റ്റം വന്നത്. ഡിസ്ട്രിബ്യൂട്ടഡ് വെർച്വൽ കൺട്രോൾ സിസ്റ്റത്തിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ, നമുക്കൊരു വർക്കിംഗ് കോപ്പി കാണാം, എന്ന് വെച്ചാൽ ഡെവലപ്പേഴ്സ് ചെയ്യുന്നൊരു വർക്കിംഗ് കോപ്പി കാണും. അത് കമ്മിറ്റ് ചെയ്യുക, ബ്രാഞ്ച് ചെയ്യുക, അല്ലെങ്കിൽ മെർജ് ചെയ്യുന്ന എല്ലാം നമ്മുടെ ലോക്കൽ റെപ്പോസിറ്ററി ആയിരിക്കും. അതൊരിക്കലും ഒരു സെർവർ അല്ല, അത് നമ്മുടെ സിസ്റ്റത്തിൽ തന്നെ ഒരു ഗിറ്റിൻ്റെ റെപ്പോസിറ്ററി ആണ്. ഓക്കെ, വർക്കിംഗ് റെപ്പോസിറ്ററി എന്ന് വെച്ചാൽ നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ഥലം, അതിനെ പുഷ് ചെയ്യുക, കമ്മിറ്റ് ചെയ്യുന്ന എല്ലാം ലോക്കൽ റെപ്പോസിറ്ററിയിലാണ്. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഒരു റിമോട്ട് സെർവറും വേണമെങ്കിൽ യൂസ് ചെയ്യാം. റിമോട്ട് സെർവർ എന്ന് വെച്ചാൽ ഗിറ്റബ്, ഗിറ്റ്ലാബ് അതുപോലുള്ള സെർവർ. അതെന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ ഇൻ കേസ് നമ്മുടെ ലാപ്പിന് എന്തെങ്കിലും പറ്റി ഫയൽ പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ റിമോട്ട് സെർവറിൽ സേവ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ 2 കൂടുതൽ ഡെവലപ്പേഴ്സ് ഉണ്ടെന്ന് വെച്ചോ,
അപ്പോൾ അവർക്ക് ഈ ഫയൽ കിട്ടാൻ വേണ്ടിയിട്ട് ഏറ്റവും ഈസി ആയിട്ടുള്ളത് റിമോട്ട് സെർവറിൽ സ്റ്റോർ ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ അവർക്ക് വേണമെങ്കിൽ പുൾ ചെയ്യാം, പിന്നെ അവരുടെ ആവശ്യം കഴിഞ്ഞാൽ അവർക്ക് വേണമെങ്കിൽ പുഷ് ചെയ്യാം, അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് റിമോട്ട് സെർവർ യൂസ് ചെയ്യുന്നത്. ഇതിന് ഗുണം എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് മൾട്ടിപ്പിൾ റെപ്പോസിറ്ററി ആയിരിക്കും. എന്ന് വെച്ചാൽ ഓരോ തവണ ക്ലോൺ ചെയ്യാന്ന് വെച്ചാൽ റെപ്പോസിറ്ററിയുടെ ഫുൾ കോപ്പി എടുക്കുക, അതിൽ ഹിസ്റ്ററിയും വരും കമ്മിറ്റ്സും വരും. അപ്പം ഓരോ തവണ ക്ലോൺ ചെയ്യുമ്പോഴും ഈ ഡെവലപ്പേഴ്സിന് അതിൻ്റെ ഫുൾ കോപ്പി ആയിരിക്കും കിട്ടുന്നത്. അപ്പം ഫുൾ കോപ്പി കിട്ടുന്നതുകൊണ്ട് അവർക്ക് ഇതിനെ ഡിപ്പെൻഡ് ചെയ്യേണ്ട കാര്യമില്ല. പിന്നെ വർക്ക് ക്യാൻ ബി ഡൺ ഓഫ്ലൈൻ എന്ന് വെച്ചാൽ നമുക്ക് ഈ കമ്മിറ്റ്സ്, ബ്രാഞ്ചിങ്, മെർജിങ് ഇതെല്ലാം നമുക്ക് നെറ്റില്ലാതെ തന്നെ യൂസ് ചെയ്യാൻ പറ്റും നമ്മുടെ കമാൻഡ് ലൈൻ ത്രൂ. സോ അതിന് നെറ്റിൻ്റെ ആവശ്യമില്ല. നമ്മളിപ്പം റിമോട്ട് റെപ്പോസിറ്ററി പുഷ് ചെയ്യുവാണെങ്കിൽ പുൾ ചെയ്യുവാണെങ്കിൽ മാത്രം നമുക്കിത് യൂസ് ചെയ്താൽ മതി, നെറ്റ്വർക്ക് യൂസ് ചെയ്താൽ മതി. പിന്നെ പറഞ്ഞാൽ ഗിറ്റ്ഹബ് പോലുള്ള റിമോട്ട് റെപ്പോസിറ്ററീസ് കൊളാബറേഷന് വേണ്ടിയിട്ട് മാത്രമാണ് യൂസ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ഒന്നിക്കുള്ള ആൾക്കാരുണ്ടെങ്കിൽ അവർക്കും കൂടെ ഫയൽ ആക്സസിബിൾ ആവാൻ വേണ്ടിയിട്ട് മാത്രമാണ് യൂസ് ചെയ്യുന്നത്. അതൊരിക്കലും ഡിപ്പെൻഡൻസി ആയിട്ട് വരുന്നില്ല ഇവിടുത്തെ പോലെ. ഇവിടെ എന്ന് വെച്ചാൽ സെർവറിനെ ഡിപ്പെൻഡ് ചെയ്താണ് ഡെവലപ്പേഴ്സ് വർക്ക് ചെയ്യുന്നത്. പിന്നെ ബ്രാഞ്ചസ് ലൈറ്റ് വെയിറ്റ് ആണ്. അത് പറയാൻ കാരണം ഇവിടെ എന്ന് പറഞ്ഞാൽ ബ്രാഞ്ച് എന്ന് പറഞ്ഞാൽ ഫുൾ കോപ്പി എടുക്കും, എല്ലാ കമ്മിറ്റ്സും അതിൻ്റെ എല്ലാം ഫുൾ കോപ്പി ആയിട്ട് ഹിസ്റ്ററി കാര്യങ്ങളെല്ലാം കോപ്പി എടുക്കുന്നു. പക്ഷേ ഡിസ്ട്രിബ്യൂട്ടഡ് വേർഷൻ കൺട്രോൾ സിസ്റ്റത്തിന്റെ ഫ്ലോ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു മെയിൻ ബ്രാഞ്ച് കാണുമല്ലോ, ഇതായിരിക്കും മെയിൻ റെപ്പോസിറ്ററി. ഈ റെപ്പോസിറ്ററിയുടെ ഈ ബ്രാഞ്ചിലല്ലായിരിക്കും എല്ലാവരും വർക്ക് ചെയ്യുന്നത്. ഓരോ ഡെവലപ്പേഴ്സും ഓരോ ബ്രാഞ്ചായിട്ട് ഫോം ചെയ്യും, എന്നിട്ട് അവിടെ അതൊരു ഫീച്ചർ ബ്രാഞ്ച് ആക്കിയിട്ട് അവർ അതിൽ വർക്ക് ചെയ്യും. അതിൽ വർക്ക് ചെയ്ത് അതിൽ ഓക്കെ ആണെങ്കിൽ മാത്രം കമ്മിറ്റ്സിനെ മെർജ് ചെയ്യും. ഇങ്ങനെയാണ് ഡിസ്ട്രിബ്യൂട്ടഡ് വേർഷൻ കൺട്രോൾ സിസ്റ്റത്തിൽ വർക്ക് ചെയ്യുന്നത്. ഇവിടെ പ്രത്യേകത എന്ന് വെച്ചാൽ സെൻട്രലൈസ്ഡ് വിർച്വൽ കൺട്രോൾ സിസ്റ്റത്തിനാണെങ്കിൽ ഒരു ബ്രാഞ്ചിനെ ഒരു മെയിൻ ബ്രാഞ്ചിൽ നിന്ന് ഒരു ബ്രാഞ്ച് എടുക്കുവാണെങ്കിൽ അത് ഫുൾ ബ്രാഞ്ച് ആയിട്ടായിരിക്കും. പക്ഷെ ഇവിടെ അങ്ങനല്ല. ഇവിടെ ഓരോ ചെക്കൗട്ടിൽ നിന്നും നമുക്ക് ഓരോ ബ്രാഞ്ച് ക്രിയേറ്റ് ചെയ്യാന്നുള്ളൂ. നമുക്കിപ്പോൾ കമ്മിറ്റ് 2 എന്നൊരു ബ്രാഞ്ച് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, കമ്മിറ്റ് 3 എന്ന് ബ്രാഞ്ച് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ക്രിയേറ്റ് ചെയ്യാം. ഇങ്ങനെയാണ് ഡിസ്ട്രിബ്യൂട്ടഡ് വെർച്വൽ കൺട്രോൾ സിസ്റ്റത്തിൽ ബ്രാഞ്ചിങ് വർക്ക് ചെയ്യുന്നത്. സോ നമുക്ക് ഇഷ്ടമുള്ള നമുക്ക് ഇഷ്ടമുള്ള കമ്മിറ്റ്സ് ചെയ്യുന്ന നമുക്ക് പുതിയ ബ്രാഞ്ചും ഉണ്ടാക്കാം, നമുക്ക് ഇഷ്ടമുള്ളപ്പോൾ ഡിലീറ്റും ചെയ്യാം. സെൻട്രലൈസ്ഡ് വിർച്വൽ കൺട്രോൾ സിസ്റ്റത്തിനാണ് ബ്രാഞ്ചിങ്ങിന് ലിമിറ്റേഷൻ ഉണ്ട്. കാരണം സൈസും വലുതാണ്, അതനുസരിച്ചുള്ള വർക്കിംഗ് പാടാണ്. സോ ഇവിടെ എന്ന് വെച്ചാൽ നമുക്കൊരു ലിമിറ്റേഷൻ ഇല്ല, കാരണം നമ്മൾ ബ്രാഞ്ചസ് എടുക്കുന്ന ലോക്കൽ റെപ്പോസിറ്ററിയിൽ നിന്നാണ്. ഇതൊരിക്കലും നമ്മുടെ റിമോട്ട് റെപ്പോസിറ്ററിയെ ബാധിക്കത്തില്ല, ബാക്കിയുള്ളവരുടെ ഫ്ലോയെയും ബാധിക്കത്തില്ല. നമ്മൾ ഓരോ ബ്രാഞ്ച് ക്രിയേറ്റ് ചെയ്യുന്നതും നമുക്ക് വേണ്ടി മാത്രമായിരിക്കും. നമുക്ക് ഓരോ ബ്രാഞ്ചസിലും ഓരോന്ന് ക്രിയേറ്റ് ചെയ്ത് നമുക്ക് ഓരോ പരീക്ഷണങ്ങൾ നടത്താം. അത് ഓക്കെ അല്ലെങ്കിൽ നമുക്ക് ആ ബ്രാഞ്ച് ഡിലീറ്റ് ചെയ്യുകയും ചെയ്യാം. സോ ഗിറ്റ് എന്ന് പറയുന്ന ഒരു ഡിസ്ട്രിബ്യൂട്ടഡ് വേർഷൻ കൺട്രോൾ സിസ്റ്റം ആണ്. ഗിറ്റിന് മൾട്ടിപ്പിൾ റെപ്പോസിറ്ററീസ് ഉണ്ട്. സോ ഓരോ ഡെവലപ്പേഴ്സിനും ഓരോ റെപ്പോസിറ്ററി ആയിരിക്കും കാണുന്നത്, ലോക്കൽ റെപ്പോസിറ്ററി ആയിരിക്കും കാണുന്നത്. സോ അവർ വർക്ക് ചെയ്ത് ഓക്കെ ആണെങ്കിൽ അവർ റിമോട്ടിലേക്ക് പുഷ് ചെയ്യും. അങ്ങനെയാണ് ഇവിടെ വർക്ക് നടക്കുന്നത്. അതുമാത്രമല്ല ബ്രാഞ്ചസ് എന്ന് വെച്ചാൽ ലൈറ്റ് വെയിറ്റ് ആണ്. സെൻട്രലൈസ്ഡ് വെർച്വൽ സിസ്റ്റം പോലക്ക് ഫുൾ ബ്രാഞ്ചിനെ ക്ലോൺ എടുക്കുകയല്ല ചെയ്യുന്നത്. ഒരു ബ്രാഞ്ചിന് ഇപ്പം ഓരോ കമ്മിറ്റ്സ് ഓരോ ചെക്കൗട്ട് പോയിന്റ്സ് ആണ്. സോ ഓരോ ചെക്കൗട്ട് പോയിന്റിൽ നിന്നായിരിക്കും ഓരോ ബ്രാഞ്ച് ഫോം ചെയ്യുന്നത്. ആ ബ്രാഞ്ച് എടുത്തിട്ട് അതിൽ വർക്ക് ചെയ്ത് എക്സ്പെരിമെന്റ് ചെയ്ത് ഓക്കെ ആണെങ്കിൽ മാത്രമേ മെയിൻ ബ്രാഞ്ചിലേക്ക് അവർ മെർജ് ചെയ്യത്തുള്ളൂ. സോ അവിടെ ഡൗൺ ടൈം കുറവാണ്, കോൺഫ്ലിക്ട്സ് കുറവാണ്. ഇൻ കേസ് എന്തെങ്കിലും ഫയൽസ് തമ്മിലുള്ള കോൺഫ്ലിക്ട്സ്, സെയിം ഫയൽ പുഷ് ചെയ്യേണ്ടതിൽ കോൺഫ്ലിക്റ്റ് ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ ഒരു ഇഷ്യൂ ആയിട്ട് വരുന്നുള്ളൂ. സോ ഇനി ഗിറ്റിൻ്റെ സ്ട്രക്ചർ എന്താണെന്ന് പറയാം. സോ ഇപ്പം നമുക്ക് ഒന്നെങ്കിൽ ഗിറ്റ് എന്ന് പറഞ്ഞ ഫങ്ഷനാലിറ്റി സ്ക്രാച്ച് ചെയ്യുന്ന തുടങ്ങാം. ഇപ്പോൾ ഒരു പ്രൊജക്റ്റ് ഉണ്ട്, ഓക്കെ, ഞാനൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തു, അതിൽ എൻ്റെ പ്രൊജക്റ്റ് ഇട്ടു. എനിക്ക് ഈ പ്രൊജക്റ്റ് ഗിറ്റ് ട്രാക്ക് ചെയ്യണമെന്നുണ്ട്. സോ ഞാൻ ഫസ്റ്റ് അതിന് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഗിറ്റ് ഇൻസ്റ്റാൾ ചെയ്യും. ഗിറ്റ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഞാൻ ഈ ഫോൾഡറിൽ കയറിയിട്ട് ഞാൻ ഗിറ്റ് ഇനിറ്റ് എന്ന് പറയുന്ന കമാൻഡ് കൊടുക്കും. ഗിറ്റ് ഇനിറ്റ് കൊടുക്കുമ്പോൾ ഗിറ്റിൻ്റെ ഒരു പ്രത്യേക ഫങ്ഷനാലിറ്റി ഡയറക്ടറിയിൽ റൺ ആവും. എന്നിട്ട് ഡോട്ട് ഗിറ്റ് എന്ന് പറഞ്ഞ ഒരു ഹിഡൻ ഫോൾഡർ ക്രിയേറ്റ് ആവും. ഈ ഫോൾഡറിലുള്ളത് ഗിറ്റിന് വേണ്ട ഹിസ്റ്ററി, ബ്രാഞ്ച്, കമ്മിറ്റ്, ലോഗ് ഇതെല്ലാം സൂക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഗിറ്റ് ഈ ഡോട്ട് ഗിറ്റ് എന്ന് പറഞ്ഞ ഹിഡൻ ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുന്നത്. ഈ ഫോൾഡർ ഡിലീറ്റ് ചെയ്താൽ നമ്മുടെ ട്രാക്കിംഗ് സിസ്റ്റം കാര്യങ്ങളെല്ലാം ഡിലീറ്റ് ആവും. സോ ഈ ഗിറ്റ് ഇനിറ്റ് കൊടുക്കുമ്പോൾ നമ്മുടെ ഡയറക്ടറി, നമ്മുടെ ഫോൾഡറിൽ, നമ്മുടെ പ്രൊജക്റ്റിൽ ഡോട്ട് ഗിറ്റ് എന്ന് പറഞ്ഞ ഹിഡൻ ഫോൾഡർ ക്രിയേറ്റ് ആവും.
ഓക്കെ. പക്ഷേ ഇവിടെ ട്രാക്ക് അല്ല ആവുന്നത്, ജസ്റ്റ് ഗിറ്റിൻ്റെ ഫങ്ഷനാലിറ്റി ഇവിടെ ഇനിഷ്യലൈസ് ചെയ്തു. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഗിറ്റ് ഇൻറ്റ് കൊടുക്കുന്നത്. അതിനുശേഷം ഗിറ്റ് ആഡ് കൊടുക്കും. ഗിറ്റ് ആഡ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഗിറ്റിന് രണ്ട് ഏരിയ ഉണ്ട്, സ്റ്റേജിങ് ഏരിയയും ലോക്കൽ റെപ്പോസിറ്ററി. സ്റ്റേജിങ് ഏരിയ എന്ന് വെച്ചാൽ ഗിറ്റ് ട്രാക്ക് ചെയ്യേണ്ട ഫയൽ ഏതൊക്കെയാണെന്ന് വെച്ചാൽ അതിനെയെല്ലാം സ്റ്റോർ ചെയ്യുന്നൊരു ഒരു ക്യാഷ് ഏരിയ, ഒരു ഇൻഡെക്സിങ് ഏരിയ എന്ന് പറയാം. അതാണ് സ്റ്റേജ്ഡ് ഏരിയ. അപ്പോൾ ഗിറ്റ് ആഡ് ഡോട്ട് എന്ന് വെച്ചാൽ ഈ ഫയൽസിനെ എല്ലാം എനിക്ക് ആഡ് ചെയ്യണം, അതിനാണ് ഡോട്ട് കൊടുക്കുന്നത്. ഇൻ കേസ് നമുക്കിപ്പം ഒരു ഫയൽ മാത്രം മതിയെങ്കിൽ ഗിറ്റ് ആഡ് ആ ഫയലിന്, ഇപ്പം ഗിറ്റ് ആഡ് ഡോട്ട് HTML എന്ന് എനിക്ക് കൊടുക്കാൻ പറ്റും. ഇപ്പോൾ എനിക്ക് ഈ രണ്ട് ഫയൽ മാത്രം മതിയെങ്കിൽ ഗിറ്റ് ആഡ് .html സ്പേസ് .json എന്ന് കൊടുക്കാൻ പറ്റും. സോ അത് മാത്രമേ ഇവിടെ ആഡ് ആവത്തുള്ളൂ. ഇപ്പോൾ എനിക്ക് ഈ ഫയൽ എല്ലാം ആഡ് ആണെങ്കിൽ ഗിറ്റ് ആഡ് ഡോട്ട് എന്ന് കൊടുക്കണം. സോ ഇവിടെ ഡോട്ട് ഗിറ്റ് എന്ന് പറയുന്ന ഫോൾഡർ ഇതിനകത്തേക്ക് വരത്തില്ല കേട്ടോ, കാരണം അത് ഗിറ്റിന് അറിയാം, അത് ഗിറ്റിൻ്റെ ഫോൾഡർ തന്നെയാണ്. സോ ഗിറ്റ് ആഡ് കൊടുക്കുമ്പോൾ ഈ ഫയലെല്ലാം ഇതിലേക്ക് വരും, സ്റ്റേജിങ് ഏരിയയിലേക്ക് വരും. സ്റ്റേജിങ് ഏരിയയിൽ നിന്നാണ് നമ്മളൊരു കമ്മിറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. സോ ഈ ഫയലെല്ലാം ഒരു ബണ്ടിലായിട്ട് ഒരു കമ്മിറ്റായിട്ടാണ് മാറുന്നത്. ഗിറ്റ് കമ്മിറ്റ് -m ന്യൂ കമ്മിറ്റ് എന്ന് കൊടുക്കും. ഇതിൽ ഗിറ്റ് കമ്മിറ്റ് -m എന്ന് വെച്ചാൽ മെസ്സേജ്, എന്ത് മെസ്സേജാണ് ഗിറ്റിന് വേണ്ട, ഗിറ്റ് ലേബിൾ ചെയ്യുന്ന ഏത് പേരിൽ വേണമെന്നാണ് പറയുന്നത്. ഗിറ്റ് ഇപ്പം നമുക്ക് വേണമെങ്കിൽ ഫസ്റ്റ് കമ്മിറ്റ് കൊടുക്കുന്ന ഈ ഗിറ്റിൻ്റെ കമ്മിറ്റിൻ്റെ പേര് ഫസ്റ്റ് കമ്മിറ്റ് എന്നാവും. ഇപ്പം ഞാൻ കൊടുക്കുന്നത് ന്യൂ കമ്മിറ്റ് എന്നായതുകൊണ്ട് ഗിറ്റിൻ്റെ കമ്മിറ്റിൻ്റെ പേര് ന്യൂ കമ്മിറ്റ് എന്നാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. സോ സ്റ്റേജിങ് ഏരിയ ഉള്ള ഫയൽസ് എല്ലാം ഒരു ബണ്ടിലായിട്ട് ഒരു ചെറിയൊരു കമ്മിറ്റായിട്ടാണ് ഫോം ചെയ്യുന്നത്. അതാണ് ഗിറ്റ് കമ്മിറ്റ് -m മെസ്സേജ് കൊടുക്കുന്നത്. ഓക്കെ, ഇത് സ്റ്റോർ ചെയ്യുന്ന ലോക്കൽ റെപ്പോസിറ്ററിയിലായിരിക്കും. ഓക്കെ, ഇത് കമ്മിറ്റ് ഫോം ആയി കഴിഞ്ഞാൽ ഗിറ്റ് ഈ ഫയലിനെ എല്ലാം ട്രാക്ക് ചെയ്യുന്നുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, ഗിറ്റ് ഫയലിനെ എല്ലാം ട്രാക്ക് ഉണ്ട്. പിന്നെ ഈ കമ്മിറ്റ് എല്ലാം സേവ് ചെയ്യുന്നത് ഈ .git എന്ന് പറഞ്ഞ ഫോൾഡറിലായിരിക്കും. സോ ഓൾറെഡി ഉള്ള പ്രൊജക്റ്റിനെ എങ്ങനെ ഗിറ്റ് വെച്ച് ട്രാക്ക് ചെയ്യാമെന്നാണ് ഞാൻ കാണിച്ചത്. പക്ഷേ ഇനി നമ്മൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന ഫയലിനെ എങ്ങനെ ഗിറ്റ് വെച്ച് ട്രാക്ക് ചെയ്യാമെന്ന് കാണിച്ചു തരാം. ഫസ്റ്റ് നമ്മുടെ പ്രൊജക്റ്റിൻ്റെ ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യണം. എന്നിട്ട് അതിൽ ഗിറ്റ് ഇനിറ്റ് കൊടുക്കണം. ഗിറ്റ് ഇനിറ്റ് കൊടുക്കുമ്പോൾ ഗിറ്റിൻ്റെ പ്രത്യേക ഫങ്ഷനാലിറ്റി അവിടെ ഇൻസ്റ്റാൾ ആവും. എന്നിട്ട് .git എന്നുള്ള ഹിഡൻ ഫോൾഡർ ക്രിയേറ്റ് ആവും. ആ .gitലായിരിക്കും ഗിറ്റിൻ്റെ വേണ്ട ഫയൽസും കാര്യങ്ങളും എല്ലാം സ്റ്റോർ ചെയ്യുന്നത്. ഇത്രയും ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് വേണ്ട ഫയൽസിനെ എല്ലാം ക്രിയേറ്റ് ചെയ്ത് നമ്മൾ ഡെവലപ്മെൻറ്റ്സ് എല്ലാം ഇവിടെ സ്റ്റാർട്ട് ചെയ്യാം. ഡെവലപ്മെൻ്റ് ആയി ഒരു സേവ് ചെയ്യാനുള്ളൊരു ലെവൽ വരെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് കമ്മിറ്റിന് കൊടുക്കാം. കമ്മിറ്റാണല്ലോ സേവ് ചെയ്യുന്നത്. സോ ഡെവലപ്മെൻ്റ് ഒരു ഇത്ര ആയി കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഗിറ്റ് ആഡ് കൊടുക്കണം. ഗിറ്റ് ആഡ് ഡോട്ട് എന്ന് വെച്ചാൽ ഈ ഫയൽസിനെ എല്ലാം സ്റ്റേജിങ് ഏരിയയിലേക്ക് കൊണ്ടുപോകാനാണ്. ഇപ്പം ഇൻ കേസ് നമുക്കൊരു 2 ഫയലേ ഉള്ളെങ്കിൽ ഗിറ്റ് ആഡ് .html സ്പേസ് .json എന്ന് കൊടുത്താൽ മതി. ഇത് 2 ഫയൽ മാത്രമേ പോകത്തുള്ളൂ. സോ സ്റ്റേജ്ഡ് ഏരിയയിട്ട് വന്നിട്ട് ഇതിനെ ഒരു ബണ്ടിലാക്കിയിട്ടാണ് ഒരു കമ്മിറ്റ് ഫോം ആവുന്നത്. സോ ആ ബണ്ടിലാക്കണമെങ്കിൽ ഗിറ്റ് കമ്മിറ്റ് -m കമ്മിറ്റിൻ്റെ പേര് കൊടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം. ഫസ്റ്റ് കമ്മിറ്റെന്നോ ഇനിഷ്യൽ കമ്മിറ്റെന്നോ അല്ലെങ്കിൽ API ഇൻറ്റഗ്രേഷൻ എന്നോ എനിക്ക് ഇഷ്ടമുള്ള കമ്മിറ്റ് നെയിം കൊടുക്കാം. അതൊരു കുഴപ്പമില്ല. കമ്മിറ്റ് ലെവൽ എപ്പോഴും നമുക്ക് ഫ്രീ ആയിട്ട് ഫ്ലെക്സിബിൾ ആയിട്ട് യൂസ് ചെയ്യാം. സെയിം വന്നാലും കുഴപ്പമില്ല. ഓക്കെ, കമ്മിറ്റായിട്ട് സേവ് ചെയ്യുന്ന ലോക്കൽ റെപ്പോസിറ്ററി ആയിരിക്കും. സോ ഞാൻ ഒന്നുകൂടെ കൺക്ലൂഡ് ചെയ്യാം. ഇവിടെ നിന്നാണ് നമ്മൾ തുടങ്ങുന്നത്. ഇവിടെ നമ്മൾ ഗിറ്റ് ഇനിഷ്യലൈസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഗിറ്റ് ഇനിഷ്യലൈസ് ചെയ്യുക മാത്രമേ ഉള്ളൂ. പക്ഷേ ഗിറ്റ് അവിടെ ട്രാക്ക് ചെയ്യുന്നില്ല ഈ ഫയൽസിനെ. അത് കഴിഞ്ഞിട്ട് സ്റ്റേജിങ് ഏരിയയിലേക്ക് പോകുന്നു. അതൊരു ഇമാജിനറി ഏരിയ ആണ്. എന്നിട്ടാണ് കമ്മിറ്റ് ആവുന്നിടം തൊട്ടാണ് ഗിറ്റ് ഒരു ഫയലിനെ ട്രാക്ക് ചെയ്യുന്നത്. സോ ഈ ഏരിയ എന്ന് വെച്ചാൽ അൺട്രാക്ക്ഡ് ഏരിയ ആണ്. ഈ ഏരിയ ആണ് ട്രാക്ക്ഡ് ഏരിയ. സോ ഇതിൻ്റെ ഫ്ലോ എങ്ങനെയാണെന്ന് വെച്ചാൽ ഫസ്റ്റ് നമ്മൾ ഫയലിനെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് അൺട്രാക്ക്ഡ് ഏരിയ ആണ്. അവിടുന്ന് ഗിറ്റ് ആഡ് കൊടുക്കുമ്പോഴാണ് അത് സ്റ്റേജ്ഡ് ഏരിയയിലേക്ക് പോകുന്നത്. ഓക്കെ, ആ സ്റ്റേജ്ഡ് ഏരിയയിൽ നിന്ന് കമ്മിറ്റ് ചെയ്യുമ്പോഴാണ് അത് കമ്മിറ്റഡ് ഏരിയയിലേക്ക് പോകുന്നത്. അവിടെ നിന്നാണ് ട്രാക്ക് ചെയ്യുന്നത്. സോ ഇപ്പം നമ്മളൊരു ഫയലിനെ ട്രാക്ക് ചെയ്തു, പക്ഷെ നമുക്ക് അതിനകത്ത് ആ ഫയലിൽ കുറച്ച് ചേഞ്ചസ് വരുത്താനുണ്ട്. അപ്പോൾ ആ ഫയലിനെ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് മോഡിഫൈഡ് ഫയലായി. സോ ആ ഫയലിനെ ഒന്നും കൂടെ ട്രാക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ തിരിച്ച് സ്റ്റേജ്ഡ് ഏരിയയിലേക്ക് പോകണം.
നമുക്ക് ഏത് ഫയലിനും ട്രാക്ക് ചെയ്യണമെങ്കിൽ ഫസ്റ്റ് സ്റ്റേജ് ഏരിയയിലേക്ക് പോകണം, എന്നാലേ അത് ട്രാക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. നേരെ നമുക്ക് കമ്മിറ്റിലേക്ക് പോകാൻ പറ്റത്തില്ല. സോ സ്റ്റേജ് ഏരിയയിൽ നിന്ന് കമ്മിറ്റ് ഏരിയയിലേക്ക് പോകുമ്പോഴാണ് ഈ മോഡിഫൈഡ് നേരെ കറക്റ്റ് ട്രാക്കിലേക്ക് ചെല്ലുന്നത്. സോ ഒന്നുകൂടെ പറയാം, അൺട്രാക്ക്ഡ് ഫയലിനെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റേജ് ഏരിയ ആയി, അവിടുന്ന് കമ്മിറ്റ് ചെയ്ത കമ്മിറ്റ് ഏരിയ ആയി. അത് കഴിഞ്ഞിട്ട് നമ്മളിപ്പം ആ ട്രാക്ക്ഡ് ഫയലിനെ എഡിറ്റ് ചെയ്യുകയാണെങ്കിൽ അത് മോഡിഫൈഡ് ആണ്. അതൊരിക്കലും ഗിറ്റ് ട്രാക്ക് ചെയ്യുന്നില്ല. അത് വീണ്ടും അതിനെ ട്രാക്ക് ചെയ്യണമെങ്കിൽ, ആ ചേഞ്ചസിനെ ട്രാക്ക് ചെയ്യണമെങ്കിൽ സ്റ്റേജിലേക്ക് വരണം, അവിടുന്ന് കമ്മിറ്റും ചെയ്യണം, എന്നാലേ അത് ഫുള്ളി ട്രാക്ക്ഡ് ആവത്തുള്ളൂ. സോ ഇൻ കേസ് നമ്മളിപ്പം ഒരു കമ്മിറ്റഡ് ആയിട്ടുള്ള ഫയൽ ഡിലീറ്റ് ചെയ്യുവാണെങ്കിൽ അത് നേരെ അൺട്രാക്ക്ഡ് ഫയലിലേക്ക് പോകും. ഇങ്ങനെയാണ് ഗിറ്റിന്റെ ഫ്ലോ വരുന്നത്.